ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ റൂം ഒക്കെ കാണാൻ വേണ്ടി പോകുന്നു. ഇതുണ്ടോ, ഇവിടെ എല്ലാം സൈക്കിൾ വെച്ചിട്ടുണ്ട്. സൈക്കിൾ ഈ റൂമിനകത്ത് വെക്കാൻ പറ്റത്തില്ല, അപ്പോൾ അതുകൊണ്ടെല്ലാം ഈ പുറത്ത് ഈ സ്റ്റെയറിൻ്റെ സൈഡിലൊക്കെ ആയിട്ടാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് നമുക്കിവിടെ 4ാമത്തെ റൂമിലാണ്. സ്റ്റെയർ കയറി വന്നിട്ട് 3, 4 ഇങ്ങനെയാണ് കേട്ടോ റൂം പോകുന്നത്. ഇത് ഇവിടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ചിട്ടുണ്ട് കേട്ടോ, സേഫ്റ്റി കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് എല്ലാവർക്കും നമ്മൾ 6 പേരാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ 6 പേർക്കും അതുകൊണ്ട് ഇതുപോലെ താക്കോൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആരും ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. നേരെ കയറി തുറന്നിട്ട് അകത്ത് കയറി കഴിഞ്ഞിട്ട് കണ്ടോ, ഇത് അടച്ചു കഴിഞ്ഞിട്ട് ക്ലോസ് ആകും. പിന്നെ വേറെ താക്കോലിട്ട് അടയ്ക്കേണ്ട കാര്യമില്ല. അകത്തുനിന്ന് എപ്പോഴും തുറക്കാം, പക്ഷേ പുറത്തുനിന്ന് താക്കോലിട്ടാൽ മാത്രമേ തുറക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ കയറി വരുമ്പോൾ കാണുന്നൊരു ചെറിയൊരു സിറ്റ് ഔട്ടാണ്. കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ കാണുന്നത്. കണ്ടോ, ഇവിടെയാണെങ്കിൽ നമ്മൾ റെഡിയായിട്ട് ഇങ്ങനെ കാണാൻ പറ്റിയിട്ടതും. പിന്നെ നമ്മൾ ഷൂ വെക്കുന്ന ഒരാൾക്കും കാര്യങ്ങളുണ്ട് വെച്ചേക്കുന്നുണ്ടോ. ഇതുണ്ടോ, കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിനിവിടെ ഇവിടെ 6 പേര് താമസിക്കുന്നത്. അതിൻ്റെ അകത്ത് ബാത്റൂമുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ ബാത്റൂം. വാഷ്റൂം ഒരു ഇതുണ്ട്. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഓവില്ല കേട്ടോ. പുറത്തോട്ട് വെള്ളം പോകുന്നത്. നമുക്കാണെങ്കിൽ ഇവിടെ നിന്ന് കുളിക്കുവാണെങ്കിൽ തന്നെ ഇതിനകത്ത് ഇരുന്നിട്ട് വേണം കുളിക്കാനായിട്ട്. കണ്ടോ, ഇതാണ് ഇവിടെ ചൂടുവെള്ളമുണ്ട്, തണുത്തുവെള്ളമുണ്ട്. അത് മിക്സ് വെച്ചാണ് കുളിക്കുന്നുണ്ട്. പുറത്തോട്ട് വേണം വെള്ളം ചാടി കഴിഞ്ഞാൽ പോകത്തില്ല. അപ്പോൾ ഇതിനകത്തോട്ട് തന്നെ വെള്ളം നമ്മളിത് കോരി കളയേണ്ടി വരും, നല്ല തുടച്ച് മാറ്റണം. അങ്ങനെയാണ് സംഭവം. ഇവിടെ പിന്നെ ഒരു ഹീറ്ററുണ്ട്, ചൂടൻ്റെ എക്സോസ് ഫാനുണ്ട്. അത് ഈ വീടിന് സത്യം പറയാനായിട്ടില്ല. ഇവിടെ മറ്റേ എക്സോസ്റ്റ് ഹോളില്ല, എയർ ഹോളില്ല. കണ്ട അതിൻ്റെ കാര്യം വെച്ചാൽ തണുപ്പാലേ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുറത്തുനിന്നാണെങ്കിൽ തണുപ്പിൻ്റെ അകത്തോട്ട് ഒട്ടും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒറ്റ റൂമിന് പോലും പിന്നെ ഈ എയർ ഹോളില്ല. അങ്ങനെ ഇവിടെ തന്നെ ബാത്റൂമാണ്. കണ്ടോ, ബാത്റൂമിനകത്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കിച്ചൺ കൊടുക്കുന്നുണ്ട്. കിച്ചണാണെങ്കിൽ ഇതുണ്ട്. ഇത് എന്താ 2 ഡോറ് കിച്ചൺ, പിന്നെ ഫ്രിഡ്ജ്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഉണ്ട് ബാൽക്കണി. ഇതാണ് ഞാനിപ്പോൾ സ്റ്റാറ്റസ് ഇടുന്നത്. പിന്നെ ആണെങ്കിൽ മൊത്തം ഗ്യാസാണ് കേട്ടോ, ഹീറ്ററല്ല. ഇവിടെ കൂടുതൽ ഹീറ്ററാണ് കണ്ടുവരുന്നത്. ഇവിടെ ഗ്യാസാണ്. ഗ്യാസ് വരുന്നതെന്ന് വെച്ചാൽ പൈപ്പ് വഴിയാണ് കേട്ടോ. സിലിണ്ടർ ഒന്നും നമുക്ക് പൈപ്പ് വഴി ഗ്യാസ് കണക്ഷൻ തരും. പിന്നെ ചുറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ റൂം വേണ്ട. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതാണ് അതിലത്തെ റൂം കേട്ടോ. ഇതുപോലെ തന്നെയാണ് റൂമുകളെല്ലാം കാണിച്ചത്. ഇപ്പോൾ എൻ്റെ റൂമിനകത്ത് ഇങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മൾ ഓരോരുത്തർ കിടക്കുന്ന സ്ഥലങ്ങൾ. പിന്നെ ഇവിടെ കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. 2 അലമാരിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെയാണെങ്കിൽ എനിക്കാണെങ്കിൽ ഇവിടെ ഒരു ബാൽക്കണിയുണ്ട്. ബാൽക്കണിയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് യൂസ് ചെയ്യുന്നതാണ്. കാരണം എല്ലാവരും തുണിയൊക്കെ അലക്കിയിടലും പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഈ ബിൽഡിംഗ് ആണെങ്കിൽ 4 നിലയാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആണെങ്കിൽ ഈ 4 1, 2, 3, 4 ഈ ടോപ്പിക് ഉണ്ടോ സംഭവം. ഈ ടോപ്പിക് കാണുന്നത് ഇതൊരു നല്ലയുടെ സംഭവമാണ് കേട്ടോ. ഇത് ചെരിഞ്ഞിരുന്നാലും അവിടെയും കൂടെ ഉണ്ട്. അങ്ങനെ 4 നിലയാണ് കേട്ടോ. 1, 2, 3, 4. അപ്പം സാധാരണ സൈഡിൽ നോക്കി കഴിയുമ്പോഴത്തേക്കും 3 നിലയേ ഉള്ളൂ നമുക്ക് തോന്നും. പക്ഷെ 4 നിലയാണ് കേട്ടോ. കണ്ടോ, ഇതൊക്കെ 3 നിലയാണ് കാണുന്നത്. അപ്പുറത്ത് 4 നിലയാണ് വലുത്. വിൻ്റർ ആയിരിക്കുന്നേക്കും എല്ലാ ഇലയൊക്കെ പൊഴിച്ചിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ ആണെങ്കിൽ ചവിട്ടി നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. കാര്യം വെച്ചാൽ കാലൊക്കെ അതുപോലെ തന്നെ മരച്ച് കയറും. ഇവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് വുഡിൻ്റെ സംഭവം ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ചെരുപ്പ് കാണാൻ നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ വുഡാ സംഭവം. വുഡിൻ്റെയാണ് തറ വെച്ചേക്കുന്നത്. പിന്നെ ഇങ്ങനെ തന്നെയാണ് മറ്റേ അടുത്ത റൂം എന്ന് പറഞ്ഞാൽ ഇതാണ് റൂം കേട്ടോ, ഈ കാണുന്നത്. പിന്നെ ആണെങ്കിൽ അടുത്ത കാണുന്ന റൂം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു റൂമിൽ ഞങ്ങൾ 2 പേര് വെച്ചാണ് താമസിക്കുന്നത്. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുണ്ടോ. പെനാൽറ്റി കൊടുത്തേന്നുണ്ടോ. ഇതുണ്ട്, വൃത്തികേടായിട്ട് കിച്ചണൊക്കെ ഇട്ട് കഴിഞ്ഞാലാണ് പെനാൽറ്റി ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒന്നും ചെയ്യാൻ പറ്റത്തത്. ടയർ വെക്കാൻ പറ്റത്തില്ല, സിഗരറ്റ് വലിക്കാൻ പറ്റില്ല, പട്ടിണി വളർത്താൻ പറ്റത്തില്ല, പൂച്ച പറ്റത്തില്ല, സൈക്കിൾ വെക്കാൻ പറ്റത്തില്ല, ഡസ്റ്റ്ബിനൊന്നും ശരിയാക്കി വെക്കാൻ പറ്റില്ല. അങ്ങനെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഇവരാണെങ്കിൽ മാസത്തിലാണെങ്കിൽ ഇൻസ്പെക്ഷൻ ഉണ്ട്. അത് എപ്പോഴെന്ന് പറയുമ്പോൾ ഏതെങ്കിലും സാറ്റർഡേ ഇവിടെ കയറി വന്നു കഴിഞ്ഞിട്ട് നമ്മളിത് റെഡിയാക്കി വെച്ചിട്ടില്ലെങ്കിൽ ഇവരാണെങ്കിൽ അത്യാവശ്യം എത്രയാണ് 100 യൂറോ ഫൈൻ അടിക്കും ഒരാൾക്ക് ഫൈൻ അടിക്കും. അതിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഈ റൂമും കാര്യങ്ങളെല്ലാം കിച്ചണൊക്കെ എല്ലാം വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഫൈൻ ഉറപ്പാണ്. ഫൈൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ അക്കോമഡേഷൻ്റെ പൈസ എങ്ങനെ പിടിക്കുന്നത് വെച്ചാൽ നമ്മൾ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് ഒരാൾക്കാണെങ്കിൽ 210 യൂറോ വെച്ച് പിടിക്കും സാലറി. ഉണ്ട്. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ 4 ഡെസ്ക് അങ്ങനെ. അതിനകത്ത് ഹീറ്ററുണ്ട് കേട്ടോ. അതിൻ്റെ അതിനകത്ത്
എല്ലാ റൂമിനകത്തും ഉണ്ടോ. ഇങ്ങനെയൊക്കെയാണ്. ഇതിനകത്താണെങ്കിൽ ഇപ്പോൾ 210 യൂറോ നമുക്കാണെങ്കിൽ എന്താ പിടിക്കും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് സാലറി വരുമ്പോൾ തന്നെ, ഇവിടുത്തെ അക്കോമഡേഷൻ ചെയ്തിട്ട് ഏകദേശം അത് 21,000 രൂപ വെച്ച് ഒരാളുടെ കയ്യിൽ നിന്ന് പിടിക്കും കേട്ടോ ഒരു മാസം. എന്തായിരുന്നു പിന്നെയാണെങ്കിൽ നമ്മൾ ഈ ഫൈനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ 100 യൂറോ കട്ടാക്കി വിടും. അങ്ങനെ 100 യൂറോ എന്ന് പറഞ്ഞാൽ ഏകദേശം 10,000 രൂപ ഫൈൻ അടിക്കും കേട്ടോ ഒരാൾക്ക് ഇവിടെ താമസിക്കുന്നത്. ഇതൊന്ന് റെഡിയാക്കിയെന്ന് വെച്ചാൽ വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം അത്യാവശ്യം നല്ല ക്ലീനായിട്ട് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാം അത്യാവശ്യം ക്ലീനാക്കിയായിട്ടാണ് കിടക്കുന്നത്. ഇന്നിപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണ്, ഒന്ന് ആലോചിക്കണം. ഞായറാഴ്ച ദിവസമാണ് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ശരിക്കും ചെയ്യുന്നത്. അല്ലാത്ത ദിവസം പിന്നെ ഡെയിലി എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്യുകയും ചെയ്യും. ഡെയിലി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാം കണ്ട് വൃത്തിയാക്കി വെക്കും കാര്യങ്ങളൊക്കെ. അങ്ങനെ അക്കോമഡേഷൻ എല്ലാം ഇങ്ങനെ തന്നെയാണ്. പിന്നെ ആണെങ്കിൽ പല സ്ഥലത്തുണ്ട് അക്കോമഡേഷൻ ഈ കമ്പനിക്ക് തന്നെ. ഇവിടെ കൂടാതെ ഗലാണ്ട, ഷാല, സ്മോളനീസ്, പിന്നെ ആണെങ്കിൽ ടണാവെ തന്നെയുണ്ട് വേറെ കുറച്ച് സ്ഥലങ്ങൾ. പിന്നെ അല്ലാതെ അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഗലാണ്ടയിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലോറിന് ഒരു കിച്ചണാണ്. ഈ റൂമും ബാത്റൂമും മാത്രമേ സെപ്പറേറ്റ് വെച്ചു. ഒരു കിച്ചൺ എല്ലാവരും ഒന്നിച്ച് തന്നെ ആയിരിക്കും. പക്ഷേ ബന്ധിക്കാരും മുകളിലെല്ലാം ഇതുണ്ട്. ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ശരിയെന്ന് ഇതാണ് അക്കോമഡേഷൻ്റെ അകത്താണ് ഈ രണ്ടാമത്തെ ഇതാണ്. ഇവിടുന്നാണ് കൊണ്ടുപോയി 3 നമുക്ക് തോന്നത്തുള്ളൂ. അതിന് കാറൊക്കെ നിർത്തിയിട്ട് കാറും വാഷിങ് എല്ലാവരും ഫുള്ളോടെ വാഷിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഒന്നാണ്. നല്ല വെതറാണ് കണ്ട, ആകാശമൊക്കെ ഉണ്ട്. ഇവിടുത്തെ ആകാശമൊക്കെ ഉണ്ട്, മേഘമൊക്കെയാണ് ഒത്തിരി താഴത്തോട്ട് നിൽക്കുന്നത് കേട്ടോ. ഒത്തിരി താഴോട്ട്, ഒത്തിരി മേളിലല്ലാത്ത രീതിയിൽ സെറ്റപ്പായി എപ്പോഴും സെറ്റപ്പുണ്ടോ. കാറ്റൊക്കെ വിഷയം നന്നായിട്ട് കേട്ടോ. അപ്പോൾ ശരിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.